ഇന്ന് നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1-ലെ പെഡഗോഗി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദി സ്കൂൾ സബ്ജക്ട്സ് അമ്പിളി, എ 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്, finds mathematics as a most difficult subject. She could not be able to complete the mathematics related homeworks perfectly. Most of the time, she got confused with addition to multiplication and subtraction to division. As a result, Ambili is backward in academic areas. Which types of learning disability is experienced by Ambili? ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അമ്പിളി ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. മാത്തമാറ്റിക്സ് വിഷയം വളരെയധികം ടഫായി തോന്നുന്നൊരു കുട്ടിയാണ്. പ്രത്യേകിച്ചും കുട്ടിക്ക് അഡീഷൻ ചെയ്യുമ്പോൾ, അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എന്നിവ ചെയ്യുമ്പോൾ പരസ്പരം മാറിപ്പോകുന്നു എന്നതാണ് ഈ കുട്ടിയുടെ പ്രശ്നം. ഇങ്ങനെയെങ്കിൽ അമ്പിളി ഏത് ഡിസബിലിറ്റി ആയിരിക്കും ഫേസ് ചെയ്യുന്നുണ്ടാവുക? ഓപ്ഷൻസ്: ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഡിസ്കാൽക്കുലിയ. ഇനി ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് പഠന വൈകല്യം എന്നതാണ്. കണക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. Those who attend a special class on Saturday will be exempted from homework. ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഹോംവർക്കിൽ നിന്ന് മോചിതരാകാം. While saying like this, the teacher is trying to implement which type of reinforcement? ഇങ്ങനെ പറയുമ്പോൾ ടീച്ചർ ഏത് റീഎൻഫോഴ്സ്മെൻ്റ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓപ്ഷൻസ്: നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്, സീറോ റീഎൻഫോഴ്സ്മെൻറ്റ്, നൺ ഓഫ് ദി അബവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്നതാണ്. എന്താണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്? പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബിഹേവിയറിനെ എൻകറേജ് ചെയ്യുക എന്ന ഉദ്ദേശം കൊണ്ട് നടത്തുന്നതാണ്. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് വഴി ഒരു കുട്ടിയുടെ മോശം ബിഹേവിയറിനെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം വഹിക്കുന്നത്. സോ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. A teacher gave a toffee to a student who has answered correctly to the question. Here, the teacher is trying to implement which of the following laws of learning? ഇങ്ങനെ ചെയ്യുമ്പോൾ ടീച്ചർ ഏത് ലോ ഓഫ് ലേണിംഗ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്? ഓപ്ഷൻസ്: ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, ലോ ഓഫ് എഫക്റ്റ്. എഡ്വേർഡ് ലീ തോണ്ടൈക്കിൻ്റെ ചില ലോസ് ആണ് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് മുൻപേ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലോ ഓഫ് എഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഗ്രോത്ത് ഓഫ് എൻ ഇൻഡിവിജ്വൽ? ഇൻഡിവിജ്വലിൻ്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഗ്രോത്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഓപ്ഷൻ ബി, growth may or may not bring development. Option C, growth is the overall changes in an organism. Option D, growth is a functional change. Option A നോക്കൂ, growth is influenced by maturation and learning. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അത് ലേണിങ്ങും മെച്ചുറേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മെച്ചുറേഷനും ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. ശാരീരികമായി നമ്മൾ വളർന്നു എന്ന് വെച്ച് മാനസികമായി വളരണമെന്നില്ല. ഈ ക്വസ്റ്റിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. ആൻ ഓണസ്റ്റ് ചൈൽഡ്. ദിസ് ഈസ് ദ ഒപ്പീനിയൻ അബൌട്ട് സുരേഷ്, എ 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്, ബൈ ഓൾ ദ സ്റ്റുഡൻറ്റ്സ് ആൻഡ് ടീച്ചർ ഓഫ് എ സ്കൂൾ. സുരേഷ് എന്ന കുട്ടിയെക്കുറിച്ച് കുട്ടികൾക്കും ടീച്ചർക്കും ഉള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് അവൻ ഒരു ഹോണസ്റ്റ് ചൈൽഡ് ആണെന്നുള്ളതാണ്. എങ്കിൽ ഹോണസ്റ്റ് എന്ന് പറയുന്നത് സുരേഷിൻ്റെ ഏതുതരം വിഭാഗത്തിൽപ്പെടുന്ന ഗുണമായിരിക്കും?
ചോദ്യത്തിൽ ആൾപോർട്ടിൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡിസ്പോസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓപ്ഷൻസ് നോക്കാം. സോഴ്സ് ട്രേറ്റ്സ്, സെക്കൻഡറി ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ്, കാർഡിനൽ ട്രേറ്റ്സ്. ഈ ക്വസ്റ്റ്യൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കാർഡിനൽ ട്രേറ്റ്സ് ആണ്. ഓപ്ഷൻ ഡി. കാർഡിനൽ ട്രേറ്റ്സ് എന്ന് വെച്ചാൽ വിശിഷ്ടമായ ഗുണങ്ങൾ എന്നാണ്. സുരേഷിൻ്റെ വിശിഷ്ടമായ ഗുണം അഥവാ കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് ഓണസ്റ്റ് ചൈൽഡ് എന്നുള്ളതാണ്. അതായത് അവൻ്റെ മൊത്തം പേഴ്സണാലിറ്റീനെ കാണിക്കുന്ന ഒരു ഗുണത്തെയാണ് നമ്മൾ കാർഡിനൽ ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അക്കോർഡിംഗ് ടു സ്പിയർമാൻ, എ ചൈൽഡ് ഷോസ് റിമാർക്കബിൾ പെർഫോമൻസ് ഇൻ മാത്തമാറ്റിക്സ് ഡ്യൂ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഹിസ് ഓർ ഹെർ ഇൻ്റലക്ച്വൽ അബിലിറ്റി. സ്പിയർമാൻ്റെ അക്കോർഡിംഗ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാനായിട്ട് സാധിക്കും. ഓപ്ഷൻ ബി ആണ്, ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ. ഇനി ഓപ്ഷൻ ബി എങ്ങനെ വന്നു എന്നായിരിക്കും പലരുടെയും സംശയം. സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായി സാധിക്കും ഒരു കുട്ടിയുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ രണ്ടിനും ഒരേപോലെ റോളുണ്ട്. അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. ദി 5 ബ്രോക്കൺ ലൈൻസ് ഇൻ ദ ഫിഗർ അപ്പിയേഴ്സ് ടു ബി എ ഹൗസ്. അതായത് നിങ്ങൾക്ക് ചിത്രം കാണാനായി സാധിക്കുന്നു. 5 ലൈൻസാണ് ചിത്രത്തിലുള്ളത്. അതും യോജിപ്പിക്കാത്ത 5 ലൈൻസാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു വീടായി നമുക്ക് തോന്നുന്നു. എങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ ജസ്റ്റാൾട്ടിൻ്റെ ഏത് ലോയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി എന്താണ് ജസ്റ്റാൾട്ട്? ജസ്റ്റാൾട്ട് എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഒരു കൂട്ടം സൈക്കോളജിസ്റ്റുകളുടെ കൂട്ടായ്മയാണ്. സ്കൂൾ ഓഫ് സൈക്കോളജി എന്നും നമുക്കിതിനെ പറയാം. ഇനി ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ ആരെല്ലാമാണ്? കർട്ട് കോഫ്ക, മാക്സ് വെർദീമർ, കൊഹ്ലർ, കർട്ട് ലെവിൻ എന്നിവരാണ് സൈക്കോളജിസ്റ്റുകൾ. ഇവരുന്നയിക്കുന്ന വാദം എന്താണ്? എപ്പോഴും പാർട്സിനേക്കാളും ഹോളിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ജസ്റ്റാൾട്ട് ലോ പറയുന്നത്. ഇവിടെ യോജിപ്പിക്കാത്ത 5 ലൈനുകൾ തന്ന് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു വീടായി സങ്കല്പിക്കാനായി സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ അത്തരത്തിലാണ് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യത്തെ എന്തെങ്കിലുമായി കണക്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആസ് എ ഹോളാണ് നമ്മൾ വീക്ഷിക്കാനായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ലോ ഓഫ് ക്ലോസർ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.